ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൺകൺ സ്കേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ കൺകൺ സ്കേർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കേർട്ടിൻ്റെ അടിയിലും ലെഹങ്കയുടെ അടിയിലും അതേപോലെ തന്നെ ഫ്രോക്കിൻ്റെയൊക്കെ അടിയിൽ നല്ല വിരിവ് തോന്നിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിഫ് നെറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നൊരു സ്കേർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോട്ടൺ വൈറ്റ് തുണിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു വൈറ്റ് കൺകൺ സ്കേർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫ്രോക്കിൻ്റെയും കൂടെയും സ്കേർട്ടിൻ്റെയും കൂടെയും ഒക്കെ നമുക്ക് മാറി മാറി ഇടാം. നമ്മൾ ഫ്രോക്കിൽ തന്നെ താഴെ സ്റ്റിഫ് നെറ്റ് വെച്ച് തയ്ക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലത് സെപ്പറേറ്റ് ഒരു സ്കേർട്ടായിട്ട് തയ്ക്കുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് മറ്റേ ഫ്രോക്ക് കഴുകാനാണെങ്കിലും മടക്കാനാണെങ്കിലും അതേപോലെ തന്നെ ഇത് നമുക്ക് ബാക്കിയുള്ള ഫ്രോക്കിനും സ്കേർട്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കൺകൺ സ്കേർട്ട് കുട്ടികൾ മെയിനായിട്ട് നമ്മൾ കുട്ടികളുടെ ഉടുപ്പിനൊക്കെയാണ് ഈ ഒരു സ്റ്റിഫ് നെറ്റ് വെക്കുന്നത് അല്ലേ. ഇപ്പോൾ പിന്നെ ബ്രൈഡ്സിൻ്റെ ലെഹങ്കയ്ക്കൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കൺകൺ സ്കേർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് മൾട്ടിപ്പിൾ പർപ്പസ് ആണ്. അപ്പോൾ നമുക്കത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇത് ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2.5 മീറ്റർ വൈറ്റ് കോട്ടൺ ഫാബ്രിക്, അത്യാവശ്യം കട്ടിയുള്ള നമ്മൾ പെറ്റിക്കോട്ട് തയ്ക്കാൻ ഉപയോഗിക്കത്തില്ലേ ആ ഒരു കോട്ടൺ ഫാബ്രിക് 2.5 മീറ്ററും 1.5 മീറ്റർ സ്റ്റിഫ് നെറ്റുമാണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റിഫ് നെറ്റ് എല്ലാ തുണിക്കടയിലും കിട്ടും, ഏകദേശം എല്ലാ തുണിക്കടയിലും കിട്ടാറുണ്ട്. അപ്പോൾ 1.5 മീറ്റർ സ്റ്റിഫ് നെറ്റിന് മീറ്ററിന് 30 രൂപയാണ് കേട്ടോ വില വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അംബ്രല്ല സ്കേർട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് അതിനായിട്ട് ആദ്യമേ തന്നെ ഈ 2.5 മീറ്റർ തുണി ഞാനൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിരിക്കുവാണ്. എന്നിട്ട് ഇതൊന്ന് കോൺ വൈസായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അംബ്രല്ല സ്കേർട്ട് തയ്ക്കാനല്ലേ, അപ്പോൾ അതിനായിട്ടൊന്ന് കോൺ വൈസ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ പോലത്തെ ട്രയാങ്കിൾ ഷേപ്പ് അല്ല, ഈ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ മാർക്കിങ്ങുകളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൾഡഡ് സൈഡ് കേട്ടോ. അപ്പോൾ ഈ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഹിപ്പ് റൗണ്ട് വേണ്ടത് 22 ഇഞ്ചാണ്, 22 ഇഞ്ചാണ്. അപ്പോൾ അതിനെ നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 5.5 ഇഞ്ചാണ് കിട്ടുന്നത്. +1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടിയിട്ട് 7 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് ആയിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഹിപ്പ് റൗണ്ട് ഇവിടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം 7 ഇഞ്ചായിട്ട്. പക്ഷേ കുറച്ചുകൂടെ പെർഫെക്റ്റിൽ അംബ്രല്ല സ്കേർട്ട് കിട്ടാനായിട്ട് ഇതേപോലെ ഈ മുകൾ ഭാഗത്ത് ടേപ്പ് പിടിച്ചിട്ട് താഴോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു ആ ഒരു റൗണ്ടിൽ തന്നെ കൊടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അംബ്രല്ല സ്കേർട്ടും അതേപോലെ തന്നെ അംബ്രല്ല ടോപ്പൊക്കെ തയ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ 7 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട് വേണ്ടതെങ്കിൽ ഏകദേശം ഒരു 8.5 ഇഞ്ചിൽ ഇതേപോലെ മുകളിൽ നിന്ന് താഴോട്ട് ടേപ്പ് പിടിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ പോയിന്റുകൾ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കണം. ഇപ്പം ഞാനിത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അളന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ടോ, ഏകദേശം 7 ഇഞ്ച് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് 7 ഇഞ്ചിലാണ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ടേപ്പ് പിടിക്കുന്നതെങ്കിൽ അതിനേക്കാളും കുറഞ്ഞ് ഒരു 6 ഇഞ്ചോ 6.5 ഇഞ്ചൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഏകദേശം 1.5 ഇഞ്ച് കൂട്ടിയിട്ട് ഇതേപോലെ ടേപ്പ് പിടിച്ച് ഇങ്ങനെ ഈ ഒരു റൗണ്ടിലൊന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അളന്ന് നോക്കിയിട്ട് കൂട്ടാനോ കുറക്കാനോ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുവാണ്. ഇനി നമുക്ക് ഇവിടുന്ന് താഴോട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഉടുപ്പാണെങ്കിലും സ്കേർട്ടിൻ്റെ അടിയിലിടാനാണെങ്കിലും അതിനെക്കാട്ടിലും ലെങ്ത് കുറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 3 ഇഞ്ച് ലെങ്ത് കുറഞ്ഞിട്ട് വേണം നമ്മുടെ കൺകൺ സ്കേർട്ടിൻ്റെ ലെങ്ത് വരാനായിട്ട്. അപ്പം ഞാനിവിടെ 30.5 ഇഞ്ചിൽ ഇതേപോലെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ടേപ്പ് നീക്കി വെച്ച് 30.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചാനലിൽ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, സമയമില്ലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇനി തൊട്ട് അടുപ്പിച്ച് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാത്തവർ ആ ഓൾ തന്നെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ മാർക്കിങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് 2 ജോയിൻറ്റ് കൂടെ വരുന്നുണ്ട്. അത് സാരിയിൽ നമുക്ക് ബാക്കിയുള്ള തുണിയിൽ നിന്ന് കട്ട് ചെയ്ത് ജോയിൻ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ഈ ഒരു ഹിപ്പ് റൗണ്ട് ഈ ഒരു വരച്ച വരയിലൂടെ അങ്ങ് കട്ട് ചെയ്തെടുക്കുവാണ്. ഇനി നമുക്ക് ഈ താഴ്ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് 2 പീസ് തുണി ആ കറക്റ്റ് ഷേപ്പിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അംബ്രല്ല സ്കേർട്ട് ആകുമ്പോൾ ഇതേപോലെ ജോയിൻ്റൊക്കെ വരും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ജോയിൻ ചെയ്യാനുള്ള തുണി മുറിച്ചെടുക്കേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ കൂട്ടിയിട്ട് വേണം ഇതിൻ്റെ ഒരു ലെങ്ത് മുറിച്ചെടുക്കാനായിട്ട്. കണ്ടോ, എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്ത്
അപ്പോൾ ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ അംബ്രല്ല കുർത്തി തയ്ക്കുന്ന പോലെ തന്നെ 2 പീസായിട്ടാണ് ഇത് ജോയിൻറ്റ് കട്ട് ചെയ്തെടുത്തത്. പക്ഷേ നമുക്ക് ആ ഒരു സൈഡിൽ അവിടെ കട്ട് ചെയ്ത് വിടേണ്ട ആവശ്യമില്ല. കുർത്തിയല്ലല്ലോ, സ്കേർട്ടല്ലേ. അപ്പോൾ ദാ ഈ ഒരു ഭാഗത്ത് ഞാൻ ഈ 2 പീസും ജോയിൻ ചെയ്തെടുത്തിട്ട് ഒറ്റ പീസാക്കി ഇവിടെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ആദ്യമേ തന്നെ ആ ഒരു പണി ജോയിൻ ചെയ്യുന്ന ആ ഒരു പണി അങ്ങ് ചെയ്ത് മാറ്റിയാൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. അംബ്രല്ല ടോപ്പ് തയ്ക്കുമ്പോഴാണെങ്കിലും ഇതേപോലെ തന്നെ ജോയിൻ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റണം. അതിനുശേഷം നമുക്ക് മുകളിൽ കെട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കെട്ട് വെക്കുന്നതിനുള്ള പടിയുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇവിടെ തുണിമുറിച്ച് എടുത്തിട്ടുണ്ട്. എത്രയാണോ നമുക്ക് നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് തുണിമുറിച്ച് എടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഹിപ്പ് റൗണ്ടിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്റ്റിഫ് നെറ്റാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിഫ് നെറ്റ് വീതിയിൽ 2ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് 9 ഇഞ്ച് വീതിയിലാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് ഇതിൻ്റെ വീതി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഒന്നുകൂടെ വിരിഞ്ഞ് നിൽക്കണമെങ്കിൽ കുറച്ചുകൂടെ വീതിയിലങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക. വീതി കൂടുന്തോറും നമ്മുടെ വിരിഞ്ഞ് നിൽക്കാനുള്ള ഒരു ചാൻസ് കൂടും. ഇപ്പോൾ ഞാൻ 9 ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന പല പല പീസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ടാണ് കേട്ടോ നമ്മുടെ നല്ല തുണിയിൽ വെച്ച് കൊടുക്കുന്നത്. പ്ലീറ്റ്സ് ആയിട്ടിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത് 2-3 പീസായിട്ടാണ് ഇരിക്കുന്നത്. അത് ഞാനൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോവാം. ഇത് നമ്മുടെ അംബ്രല്ല സ്കർട്ടിൻ്റെ താഴ്ഭാഗത്ത് ജോയിൻ ചെയ്യാനുള്ള ആ ഒരു പീസാണ് കേട്ടോ. വെള്ള ആയതുകൊണ്ടാണ് ഇത് ക്ലിയർ ആയിട്ട് കാണാത്തത്. ബ്രൈറ്റ്നസ് ഒന്ന് കൂട്ടിയിട്ടേക്കണം എല്ലാവരും. എൻ്റെ മെഷീനും വെള്ള ആയതുകൊണ്ടാണ് ക്ലിയർ ആയിട്ട് കാണാത്തത്. അപ്പോൾ നമ്മുടെ സ്കേർട്ടിൻ്റെ എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത് ആ ഒരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ജോയിൻ ചെയ്യേണ്ട പീസ് ഒന്ന് 2 പീസായിട്ടാണ് എടുത്തത്. അപ്പോൾ അതൊന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ആ ജോയിൻ ചെയ്ത ഭാഗമായിരിക്കുമല്ലോ അതിൻ്റെ സെൻറ്റർ. അപ്പോൾ അതിൻ്റെ സെൻറ്ററും നമുക്കിപ്പോൾ സ്കേർട്ടിൻ്റെ എവിടെയാണോ ജോയിൻ ചെയ്യേണ്ടത് അതിൻ്റെ സെൻറ്ററും ഒപ്പം വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുത്തു. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു അറ്റത്ത് നിന്ന് ഞാൻ ജോയിൻ ചെയ്ത് തുടങ്ങുവാണ്. വെള്ള ആയതുകൊണ്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഒന്ന് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതേപോലെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു ഫുൾ സ്കേർട്ടിൻ്റെ താഴെ ഇടാനായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഹാഫ് ഫ്രോക്ക്, ഹാഫ് സ്കേർട്ടിനൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലെങ്ത് എടുത്താൽ മതിയാവും. പിന്നെ ഈ ഒരു സ്കേർട്ട് നമ്മളെപ്പോഴും കഴുകണമെന്നില്ല. സ്റ്റിഫ് നെറ്റ് ഉള്ളതുകൊണ്ട് കഴുകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. മാക്സിമം അങ്ങനെ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. കഴുകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴുകാനായിട്ട് കുറച്ച് സ്റ്റിഫ് നെറ്റ് ഉള്ളതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ഇത് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഒരു പ്രസ് സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ തുണിയിൽ നിന്ന് 4ആയിട്ട് ഇതേപോലെ മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റിഫ് നെറ്റ് വെക്കേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴത്ത് നിന്ന് എത്ര ഇഞ്ചിലാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴെ മടക്കി അടിച്ചിട്ടില്ല. അപ്പോൾ അതിനുകൂടെ ഇത് വിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു 12 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കുന്നത്. താഴെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മടക്കി അടിക്കാനായിട്ട് പോവും. അപ്പോൾ ഈ ഒരു 12 ഇഞ്ച് തുണി തിരിച്ചിട്ടിട്ട് ഇവിടെയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ സൈഡിലും ഈ ഒരു 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ ഒരു വരയിലൂടെ വേണം നമ്മൾ ഈ സ്റ്റിഫ് നെറ്റ് സ്റ്റിച്ച് ചെയ്ത് പോകാനായിട്ട്. ഇനി നമുക്ക് ഈ സ്കേർട്ടിൻ്റെ താഴ്ഭാഗം ഒന്ന് ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്തുണ്ടല്ലോ, നമുക്ക് സ്റ്റിഫ് നെറ്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റിഫ് നെറ്റ് എടുക്കുക. എന്നിട്ട് ഈ വരച്ച വരയിൽ വരത്തക്ക രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ മറിച്ചിടേണ്ടതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സ്റ്റിഫ് നെറ്റ് ഇതേപോലെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ സ്റ്റിഫ് നെറ്റിൻ്റെ പുറത്തുകൂടെ തയ്ച്ചു തുടങ്ങാം. ആദ്യത്തെ ഒരു കുറച്ച് ഭാഗം ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് തയ്ച്ചതിന് ശേഷം ഇതേപോലെ പ്ലീറ്റ്സ് വെച്ച് കൊടുക്കുക. ഇത് കണ്ടോ, ഈ ഒരു വീതിയിൽ പ്ലീറ്റ്സ് വെച്ച് കൊടുത്താൽ മതിയാവും.
അപ്പോൾ പല രീതിയിൽ നമുക്ക് ഈ സ്റ്റിഫ് നെറ്റ് തയ്ച്ചെടുക്കാം കേട്ടോ. ചിലർ ബോക്സ് പ്ലേറ്റ് ഇട്ട് തയ്ച്ചു കൊടുക്കും, ചിലർ ഇതേപോലെ സാധാ പ്ലേറ്റ് ഇട്ട് തയ്ച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ട് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ ഇപ്പം ഞാൻ ഒരു ലെയറായിട്ടാണല്ലോ സ്റ്റിഫ് നെറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ പൊക്കത്ത്, അതായത് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ലെയർ കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ നല്ല വിരിഞ്ഞിട്ട് നിൽക്കും. അത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. തീരെ കുഞ്ഞി പിള്ളേർക്കാണെങ്കിൽ ഇതേപോലെ 1-2 ചെറിയ സ്റ്റിഫ് നെറ്റ് ചെറിയ വീതിയിൽ 2 ലെയറായിട്ടൊക്കെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അത് നമ്മുടെ ഡ്രസ്സിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ലെയറേ വെക്കുന്നുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ കൂടെ വെച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിഫ് നെറ്റ് വരച്ച വരയിലൂടെ വെച്ചെടുക്കുക. അടുത്തായിട്ട് നമുക്ക് ഈ സ്കേർട്ടിൻ്റെ 2 സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പം അതിനായിട്ട് മുകളിൽ കുറച്ച് ഭാഗം, ഏകദേശം ഇത്രയും ഭാഗം നമുക്ക് പടി വെക്കാനും ഒക്കെ ആയിട്ട് വിട്ടിട്ട് താഴോട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഈ വരച്ച വരയിൽ നിന്ന് നേരെ താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ എത്തുമ്പോഴത്തേക്കും ഈ സ്റ്റിഫ് നെറ്റ് കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ. അപ്പോൾ 4 തുണിയും കൂടെ, 4 തുണിയല്ല, 2 തുണിയുടെ ഭാഗവും 2 സ്റ്റിഫ് നെറ്റിൻ്റെ ഭാഗവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒപ്പത്തിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇത് താഴെ വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള പടിയാണ്. അപ്പോൾ ഈ പടിയുടെ ഒരറ്റം ഇതേപോലെ ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ ഒരു വീതിയിൽ. എന്നിട്ട് ഇതൊന്ന് 2ആയിട്ട് ഇതേപോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ ഈ മടക്കിയ ആ ഒരു ഹോളിൽ കൂടെയാണ് നമുക്ക് കെട്ട് കയറ്റി കൊടുക്കേണ്ടത്. എന്നിട്ട് കണ്ടോ, നമ്മുടെ ഈ ഹിപ്പ് റൗണ്ടിൻ്റെ ഈ ഒരു ഭാഗം തേര് വശമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതിന് പകരം നമുക്ക് ഇലാസ്റ്റിക് വേണമെങ്കിലും കയറ്റി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ അറ്റം വരെ നമുക്ക് ഈ ഒരു പടി വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ കിട്ടും. എന്നിട്ട് ഒരു പ്രസ് സ്റ്റിച്ച് കൂടെ ഇതിൻ്റെ പുറമോട് ചെയ്തെടുത്താൽ നമ്മുടെ പടി ഇവിടെ റെഡിയാവും. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കെട്ട് കൂടെ കയറ്റി കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റിച്ചിങ്. അപ്പോൾ നമ്മുടെ കൻകൻ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് കിട്ടുന്നത്. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല വിരിവിൽ നമുക്ക് സ്കേർട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടും. ഇനിയും വിരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ സ്റ്റിഫ് നെറ്റ് കൂടെ ഈ സെയിം രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്